ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിः യജത്രാः സ്ഥിരൈരംഗൈः തുഷ്ടുവാംസസ്തനൂഭിः വ്യശേമ ദേവഹിതം യദായുഃ ഭദ്രം नो अपि वातयमनः. ഓം ശാന്തി ശാന്തി ശാന്തി. മുണ്ടക ഉപനിഷത്തിലെ ഒന്നാം മുണ്ടകത്തിലെ രണ്ടാം കാണ്ഡത്തിലെ അഞ്ചാമത്തെ മന്ത്രം. ഏതേഷു യശ്ചരതേ ഭ്രാജമാനേഷു യഥാകാലം ചാഹുതയോഹ്യാദദായൻ തം നയന്ത്യേതാഃ സൂര്യസ്യ രശ്മയോ യത്ര ദേവാനാം പതിരേകോധിവാസ. ഭ്രാജമാനേഷു, ഭ്രാജമാനങ്ങളായ ദീപ്തങ്ങളായ, ഏതേഷു ഇവയിൽ, ഈ അഗ്നി ജിഹ്വാഭേദങ്ങളിൽ, 7 അഗ്നി ജിഹ്വാഭേദങ്ങളിൽ, ഏവൻ യഥാകാലം കാലം തെറ്റാതെ ചരതേ ചരിക്കുന്നുവോ, കർമ്മത്തെ ആചരിക്കുന്നുവോ, ഹവനം ചെയ്യുന്നുവോ, തം അവനെ, ആ യജമാനനെ, യേഥാ ആഹുതയ ഈ ആഹുതികൾ, സൂര്യരശ്മയ സൂര്യരശ്മികളായി തീർന്നിട്ട്, ആദദായൻ എടുത്ത്, എത്ര എവിടെ, ദേവാനാം പതി ദേവന്മാരുടെ പതി ഇന്ദ്രൻ, ഏകനായിട്ട് എല്ലാവർക്കും മുകളിൽ ഉപരിയായിട്ട്, അധിവാസ അധിവാസനായിരിക്കുന്നുവോ, അധിവസിക്കുന്നുവോ, തത്ര അവിടേക്ക്, നയതി കൊണ്ടുപോകുന്നു. മേൽപ്പറഞ്ഞ അഗ്നിയുടെ ജിഹ്വാഭേദങ്ങളിൽ, കഴിഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞ ജിഹ്വാഭേദങ്ങളിൽ 7 ജിഹ്വകളിൽ കാലം തെറ്റാതെ കർമ്മം അനുഷ്ഠിക്കുന്ന യജമാനനെ, അവൻ ചെയ്തിട്ടുള്ള, ആ യജമാനൻ ചെയ്തിട്ടുള്ള ആഹുതികൾ സൂര്യരശ്മികളായി തീർന്നിട്ട്, സൂര്യരശ്മികൾ വഴിയായി എന്ന് പറയാം, ആ യജമാനനെ എടുത്ത് ദേവാധിപതിയായ ഇന്ദ്രൻ, എല്ലാവർക്കും മേലെ വാഴുന്ന സ്വർഗലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ദിവസവും അഗ്നിഹോത്രം ആചരിക്കുമ്പോൾ, ആഹുതി ചെയ്യുമ്പോൾ, അഗ്നിയിൽ എന്തെല്ലാമാണോ ഹോമിക്കുന്നത് അത് യഥാവിധി, മുകളിൽ പറഞ്ഞ എല്ലാ വിധികളോടും കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദർശം, പൗർണമാസം, ചാതുർമാസ്യം, ആഗ്രയണം, എന്തെല്ലാമാണോ ഹോമം ചെയ്യുന്നത്, വൈശ്വദേവം ഹോമിക്കുന്നത്, ഇതെല്ലാം ദിവസവും ചെയ്യുന്ന സമയത്ത് അത് യഥാവിധി അഗ്നിഹോത്രാദി കർമ്മം ചെയ്ത് നമ്മൾ ഈ ജ്വാലകളിൽ യഥാവിധി ഹോമിച്ചു കഴിഞ്ഞാൽ, ആ ജ്വാലകൾ ഈ ഹോമിക്കുന്ന യജമാനനെ, അഗ്നിഹോത്രം ചെയ്യുന്ന യജമാനനെ തങ്ങളുടെ കൈകൾ കൊണ്ട്, ആ ജ്വാലകളാകുന്ന കൈകൾ രശ്മികളായി, സൂര്യൻ രശ്മികളായി തീർന്ന് ദേവന്മാരുടെ അധിപതിയായി ഇരിക്കുന്ന ഇന്ദ്രൻ വസിക്കുന്ന സ്വർഗലോകത്തിലേക്ക് ഈ യജമാനനെ കൊണ്ടുപോകും എന്നുള്ള കാര്യമാണ് ഈ മന്ത്രത്തിൽ പറയുന്നത്. അപ്പോൾ യഥാവിധി അഗ്നിഹോത്രവും അഗ്നിയിൽ ആഹുതി ചെയ്യേണ്ട കാര്യങ്ങളും യഥാവിധി ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം എന്താണ്, പരിണാമം എന്താണ് എന്നുള്ള കാര്യമാണ് ഈ മന്ത്രത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ അഗ്നിയിൽ ഹോമിക്കുമ്പോൾ യഥാവിധി എവിടെ ഹോമിക്കണം, ആർക്ക് ഹോമിക്കണം, എന്ത് സങ്കല്പിച്ച് ഹോമിക്കണം, ഇതെല്ലാം നമ്മൾ മനസ്സിരുത്തി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സ്വർഗലോകം പ്രാപിക്കാൻ കഴിയും എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്.